നമസ്കാരം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓട്ടോമൊബൈൽ ലൂബ്രിക്കൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുറേ ആൾക്കാർ ഗൾഫിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അധികം വണ്ടി യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, വണ്ടി അധികം ഓടിയിട്ടില്ല. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ ഓടാത്ത വണ്ടിക്ക് എപ്പോഴാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ, എപ്പോഴോ എത്ര വരെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണം, ഏതൊക്കെ വണ്ടികൾ ഏതൊക്കെ ഓയിലുകളാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. പിന്നെ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ വണ്ടികളുടെ ഓയിലുകളുടെ കമ്പനി അനുസരിച്ചാണ് ഈ കമ്പനിയുടെ ഓയിൽ ഒഴിക്കുക. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ കമ്പനിയല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ വണ്ടിയുടെ ഗ്രേഡിനനുസരിച്ചാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. ഓരോ വണ്ടിക്കും അതിൻ്റെ സർവീസ് മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഓയിലിൻ്റെ ഗ്രേഡും കപ്പാസിറ്റിയും എല്ലാം അതിനകത്ത് അതിലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ഓയിലാണ് നമ്മൾ ഒഴിക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം, ഈ വണ്ടി ഓടാത്ത നമ്മൾ 6 മാസം വണ്ടി ഓടാതെ ഇരുന്നാൽ പോലും 6 മാസത്തിലൊരിക്കൽ നമ്മൾ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ നമ്മളുടെ വണ്ടികളിൽ മൾട്ടി ഗ്രേഡ് ഓയിൽസാണ് ഉപയോഗിക്കുന്നത്. മൾട്ടി ഗ്രേഡ്സ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ 15W40 ഡീസൽ വണ്ടികൾക്കും 2050 W50 ഡീസൽ പെട്രോൾ വണ്ടികൾക്കും ഉപയോഗിക്കുന്നതാണ്. നമുക്ക് പലർക്കും അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ടെക്നീഷ്യൻസ് നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ എന്താണ്, എൻ്റെ വണ്ടിയുടെ ഓയിൽ മാറ്റുന്നത് മാത്രമേ പറയുള്ളൂ. ബാക്കി അവർക്ക് അറിയാം, അവർ ഏത് വണ്ടിയാണ് ഏതാണ് നോക്കിയിട്ട് ഗ്രേഡ് നോക്കിയിട്ടാണ് അവർ ഒഴിക്കുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ചില ആൾക്കാർ കമ്പനികളെ കുറിച്ച് ഈ ഇന്ന കമ്പനിയുടെ ഓയിൽ ഒഴിച്ചോളൂ എന്ന് പറയും. പക്ഷെ ആ കമ്പനിയല്ല, കമ്പനികൾ ഏത് കമ്പനി ആയിക്കോട്ടെ അത് വെറും മാനുഫാക്ചേഴ്സ് മാത്രമാണ്. നമ്മളുടെ ഈ നിങ്ങളെ വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിൽ, ഒഴിക്കേണ്ടതായിട്ടുള്ള ഓയിലിൻ്റെ ആ ക്രൈറ്റീരിയാസ് അത് മീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന വെറും മാനുഫാക്ചേഴ്സ് മാത്രമാണ് ഈ കമ്പനികൾ. നമ്മൾ ആ കമ്പനിയുടെ പരസ്യം നോക്കിയിട്ടല്ല നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് 2 ഗ്രേഡ് എങ്ങനെ നോക്കുന്നത് വെച്ചാൽ SAE എന്ന് പറഞ്ഞിട്ട് അതിനൊരു എഴുതിയിട്ടുണ്ടാവും. SAE എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്. ഈ സൊസൈറ്റി അതൊരു ട്രസ്റ്റ് പോലെ നമ്മൾ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാർ, എൻജിനീയേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റ് പോലത്തെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരാണ് ഇതെല്ലാം നിർണ്ണയിക്കുന്നത്, ഏത് ഓയിലുകളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗ്രേഡിന് നമുക്ക് ഒഴിക്കേണ്ട ഓയിലുകളൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവരാണ് ഈ ഒരു ട്രസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മൾട്ടി ഗ്രേഡ് ഓയിൽസുകളാണ് ഇപ്പോൾ നമ്മളെ വണ്ടികളിലെല്ലാം ഉപയോഗിക്കുന്നത്. പണ്ട് പഴയ വഴിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്ന് മൾട്ടി ഗ്രേഡ് ഓയിൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ സമ്മർ നമുക്ക് 2 സീസൺ ഉണ്ടല്ലേ. അപ്പോൾ 2 സീസണിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓയിലുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് നമ്മുടെ വിസ്കോസിറ്റി റേറ്റിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ മൾട്ടി ഗ്രേഡ് ഓയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 വിസ്കോസിറ്റി ലെവലുള്ള ഗ്രേഡ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15W40. പിന്നെ വിൻ്റർ സെക്ഷനിൽ വിസ്കോസിറ്റി റേറ്റ് 15ഉം സമ്മറിൽ എന്തായിരിക്കും 40. അത് പറയുന്ന ഒരു ഓയിലാണ്, മൾട്ടി ഗ്രേഡ് ഓയിൽസാണ് ഇത് പറയുന്നത്. പിന്നെ നമ്മൾ അപ്പോൾ നമ്മുടെ സർവീസ് മാനുവലിൽ ഉണ്ടായിരിക്കും നമ്മളുടെ വണ്ടിക്ക് ഏത് ഓയിൽ എന്നുള്ളത് നമുക്ക് അതിൽ നോക്കിയാൽ അതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്കതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓയിൽ ഇതാക്കുന്നത്. പിന്നെ 6 മാസത്തിലൊരിക്കലും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ആദ്യമായി നമുക്ക് അതിനെപ്പറ്റി തന്നെ വിസ്കോസിറ്റി എന്താണെന്ന് പറയാം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജിൻ്റെ ഉള്ളിലേക്ക് ഓയിലിന് നമ്മൾ ഒഴുക്കിൻ്റെ തടയുന്നതിന് റെസിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ വിസ്കോസിറ്റി റേറ്റ് അനുസരിച്ചിട്ടാണ് അത് ഓരോ സ്ഥലത്തും ഓരോ ഹീറ്റിനനുസരിച്ചിട്ടൊക്കെ ആ വിസ്കോസിറ്റി റേറ്റ് വ്യത്യാസത്തിലാണ് നമ്മൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മൾട്ടിഗ്രേഡ് ഓയിൽസ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിക്കേണ്ടത്. 6 മാസത്തിലൊരിക്കലും നമ്മൾ
ഓടാത്ത വണ്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് വഴിക്ക് മാറ്റണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ വിസ്കോസിറ്റി റേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. അതിൽ ഏതൊരു സാധനമാണെങ്കിലും കുറേ നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ ഘടനയ്ക്കൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓടാതിരിക്കുന്ന വണ്ടിയാണെങ്കിൽ കൂടി അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മൾ സർവീസ് മാനുവലിലൊക്കെ പുതിയ വണ്ടിയൊക്കെ എടുത്തിരിക്കുമ്പോൾ നമ്മൾ വാറണ്ടി സർവീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും കൂപ്പൺ, ഓരോ വാറണ്ടിക്ക് ഓരോ സർവീസ് കൂപ്പൺ ഉണ്ട്. ആ സർവീസ് കൂപ്പണിനകത്ത് എഴുതിയിട്ടുണ്ടാവും 1 month അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ, 1000 കിലോമീറ്റർ, ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഇതിൽ ആദ്യം വരുന്നത് എന്ന് വെച്ചാൽ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി ഓടാത്ത വണ്ടികൾക്ക് നമ്മൾ 6 മാസത്തിലൊരിക്കൽ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിപ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ എന്തിനാണ് ഒഴിക്കുന്നത്? നമ്മളുടെ എഞ്ചിൻ്റെ ഓയിൽ ഒഴിക്കുന്നത് 3 പർപ്പസാണ് മെയിനായിട്ട് അതിനകത്ത് ചെയ്യുന്നത്. ഒന്ന്, നമുക്കറിയാം അതിനകത്തൊരു നമ്മൾ വണ്ടികളിൽ പുകയൊക്കെ കാണുന്നുണ്ടല്ലേ, അപ്പോൾ അതിനകത്ത് എഞ്ചിൻ്റെ അകത്ത് എന്താണ് ഒരു കത്തലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കത്തലൊക്കെ എന്താണ് കുറേ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നാലും അതിൻ്റെ പ്രോപ്പർ വർക്കിംഗ് നടക്കുള്ളൂ. അപ്പോൾ അത് വേണ്ടിയിട്ട് എന്താണ് ആ ക്ലീനിങ് പ്രോസസ്സ് നടക്കണം. പിന്നെ ഓരോ സാധനങ്ങൾ അതിനകത്ത് നമ്മൾ ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോർമലായിട്ട് ഞാനൊരു സിമ്പിളായിട്ട് പറയുകയാണ്, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താ പറയുക, കുറേ അതിനകത്ത് മൂവിങ് പാർട്സ് കുറേ ഉണ്ട്. അപ്പോൾ അതിനെന്താണ് നമ്മൾ കുറേ കാലം നമ്മൾ ഓരോ സാധനങ്ങൾ മൂവ് ചെയ്യുന്ന സാധനത്തിനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമുണ്ട്. അതാണ് രണ്ടാമത്. പിന്നെ കുറേ സമയം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഹീറ്റായിരിക്കും. അപ്പോൾ ആ ഹീറ്റിന് എന്താണ് ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ പെർഫോമൻസ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് മൈലേജ് ഷോർട്ടേജ് പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടികളുണ്ടാവും. അതുകൊണ്ടാണ് എഞ്ചിൻ ഓയിൽ ഓടാത്ത വണ്ടിയാണെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മാറ്റണം. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ഐഡിയ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ മാത്രം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പനി നോക്കിയിട്ടല്ല, നമ്മുടെ ഗ്രേഡ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. താങ്ക് യു. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയറും കൂടി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താങ്ക് യു.